ലഡു ഉണ്ടാക്കാം. ഒരു 300 ഗ്രാം കടലമാവുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഫുഡ് കളറുള്ളവർക്ക് അത് ചേർക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുറേശ്ശെ കലക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. ദോശമാവിൻ്റെ പരുവത്തിന് കലക്കിയെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ ഇങ്ങനെ കലക്കിയെടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു പാൻ വെച്ച് അത് ചൂടാവുമ്പം എണ്ണ ഒഴിക്കാം. എണ്ണ തിളച്ചിട്ട് ഈ തിളയ്ക്കുന്ന എണ്ണയിൽ പൂന്തി ഉണ്ടാക്കാം. ചെറുതായിട്ട് മൂത്ത് പോകരുത്, മൂക്കും മുമ്പേ കോരിയെടുക്കണം. പൂന്തി ഉണ്ടാക്കുമ്പോൾ വെള്ളമൊക്കെ പാകത്തിനല്ല, തീയൊക്കെ ഒരു മിനിമം, എണ്ണ ഇങ്ങനെ തിളച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഷേപ്പൊക്കെ മാറും. പക്ഷെ നമ്മളത് ഉരുട്ടിയൊക്കെ എടുക്കുന്നതും മിക്സിയിൽ ജാറിൽ ചെറുതായിട്ടൊന്ന് പൊടിക്കുകയും കൂടെ ചെയ്യണതുകൊണ്ട് ഷേപ്പ് ഉരുട്ടിയെടുക്കുമ്പോൾ കിട്ടിയാൽ മതിയല്ലോ. എണ്ണ ചൂടായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു തവണ ഈ പൂന്തി കോരി എടുക്കുമ്പോഴത്തേക്ക് തീ കൂട്ടി വയ്ക്കണം. സിമ്മിലിരിക്കുന്ന തീ കൂട്ടി വയ്ക്കണം. അടുത്ത് എണ്ണ തിളച്ച് കിടക്കുന്ന എണ്ണയിൽ തന്നെ അടുത്ത് ഇടണം, അല്ലെങ്കിൽ തങ്ങളിൽ അത് ഒട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഷേപ്പും കാണത്തില്ല, പൂന്തിയുടെ ഷേപ്പ് പോവും. ഇനി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂന്തിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചുകൊണ്ട് വരാം. ചെറുതായിട്ട് അടിച്ചാൽ മതി, ഒരുപാട് പിടിക്കണ്ട. ഇനി ഇതിനകത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് പഞ്ചസാര ഇട്ട്, ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കണം. അത് നല്ല തിള വരുമ്പം പൂന്തിയും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത് ഇറക്കി വയ്ക്കാം. പൂന്തി എടുത്ത് ഈ പഞ്ചസാര പാനിയിലിട്ട് ചെറുതായിട്ടൊന്ന് മിക്സായിട്ട് പഞ്ചസാര പാനിയെല്ലാം പൂന്തി കുടിക്കും. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇനി താളിച്ചൊഴിച്ച് ഇനി ഇതിലിത്തിരി ഏലക്കാപ്പൊടി ഇടണം. കർക്കണ്ട് ഇടാം, ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി. കർക്കണ്ട് കുറച്ച് പൊടിച്ച് ചേർക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് മിക്സാക്കി വെച്ചിട്ട് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തണുപ്പ് വരുമ്പോൾ കൈ കൊണ്ട് നമുക്ക് വാരാൻ പറ്റുന്ന രീതിയിൽ തണുക്കുമ്പം ഉരുട്ടിയെടുക്കാം. നമ്മുടെ കയ്യിലിങ്ങനെ വാരാം എന്നുള്ള ചൂട് വരുമ്പോൾ ഉരുട്ടിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഉരുട്ടിയാൽ ഇത് ഉരുണ്ട് വരത്തില്ല, അതങ്ങ് പൊടിഞ്ഞു പോവും. പൂന്തിയല്ലേ അതുകൊണ്ട്